ഹായ്, വെൽക്കം ടു കോഡ് eureka. ഈ വീഡിയോയിൽ എങ്ങനെ ഒരു CPP പ്രോഗ്രാം വിൻഡോസ് മെഷീനിൽ റൺ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു കോഡ് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ ഒരു കമ്പൈലറും ഇൻസ്റ്റാൾ ചെയ്യണം. സോഴ്സ് കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് എഡിറ്റർ യൂസ് ചെയ്യുന്നത്. കമ്പൈലർ നമ്മൾ എഴുതുന്ന സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് കോഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞ കോഡ് എഡിറ്ററും MinW എന്ന് പറഞ്ഞ ഒരു കമ്പൈലറാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം, ഒരുമിച്ചും ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിന് രണ്ടുകൂടെ ചേർത്ത് പറയുന്ന പേരാണ് IDE ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഇത് നമുക്ക് ഒരു ഒറ്റ ഫയലായിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കോഡ് ബ്ലോക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അത് നമ്മൾ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ കോഡ് ബ്ലോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ codeblocks.org എന്ന് പറഞ്ഞ സൈറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കോഡ് ബ്ലോക്സിൻ്റെ സൈറ്റിലേക്ക് വരും. സൈറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ദ ബൈനറി റിലീസ് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ OS ചോദിക്കും. Windows 10 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വിൻഡോസ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കോഡ് ബ്ലോക്സിൻ്റെ ലിങ്കുകൾ കാണാൻ സാധിക്കും. ഇത് താഴേക്ക് ഇവിടുന്ന് 32 ബിറ്റ്സും മുകളിലേക്ക് 64 ബിറ്റുമാണ്. നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് എഡിറ്റർ പ്ലസ് MinW കമ്പൈലറോട് ചേർന്ന ഫയലാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്ത് കോഡ് ബ്ലോക്സ് 20.03 പ്ലസ് MinW സെറ്റപ്പ് എന്ന് പറഞ്ഞ ഫയലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ 2 സെർവർ കാണിക്കും. നമുക്കിഷ്ടമുള്ള സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഫോസ് ഹബ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സെർവറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് ബ്ലോക്സ് താഴേക്ക് ഡൗൺലോഡായി വരും. അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ കോഡ് ബ്ലോക്സിൻ്റെ ഈ EXEയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അപ്പം സെറ്റപ്പ് ഫയൽ വരും. ഇത് നെക്സ്റ്റ് നോർമലി നമ്മൾ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ സിമ്പിളായി നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ എഗ്രി ചെയ്യുക. എഗ്രി ചെയ്തതിന് ശേഷം ഡീഫോൾട്ട് ഇതെല്ലാം സെലക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് കൊടുത്താൽ മാത്രം മതിയാവും. ഇവിടെ പ്രോഗ്രാമിൻ്റെ നമ്മൾ എവിടെയാണ് ഇത് ഇൻസ്റ്റാൾ ആവുന്നത് അതിൻ്റെ പാത്ത് ഇവിടെ കാണിക്കും. സിയിൽ പ്രോഗ്രാം ഫയൽസിൽ കോഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞ പാത്തിലേക്കാണിത് ഇൻസ്റ്റാൾ ഡീഫോൾട്ടായിട്ട് വരുന്നത്. നമ്മളത് തന്നെ കീപ്പ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളത് തന്നെ കീപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനൊരു മെസ്സേജ് ചോദിക്കും. ഡു യു വാണ്ട് ടു റൺ കോഡ് ബ്ലോക്സ് നൗ? യെസ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ കോഡ് ബ്ലോക്ക് ഓപ്പണായി വരും. കോഡ് ബ്ലോക്ക് എഡിറ്റർ ഓപ്പണായി വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇത് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ പാത്ത് കോപ്പി ചെയ്യണം. നമ്മുടെ MinW ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാത്ത് കോപ്പി ചെയ്യണം. അത് നമ്മൾ സിക്കകത്ത് പ്രോഗ്രാം ഫയൽസിലാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് ആ ഇൻസ്റ്റാളേഷൻ ടൈമിൽ നമ്മൾ നോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ സിക്കകത്ത് പ്രോഗ്രാം ഫയൽസിൽ പോവുക, കോഡ് ബ്ലോക്സ് ഓപ്പൺ ആക്കുക. അതിൻ്റെ അകത്ത് MinW എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ആക്കുക. അതിനുശേഷം ബിൻ ഓപ്പൺ ആക്കുക. ഈ പാത്ത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടണിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കിട്ടും എൻവയോൺമെൻറ്റ് വേരിയബിൾ, എഡിറ്റ് എൻവയോൺമെൻറ്റ് വേരിയബിൾ ഫോർ യുവർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് കൊടുക്കുക. അതിനുശേഷം ന്യൂ പ്രസ് ചെയ്യുക. ഇവിടെ ആ പാത്ത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. നമ്മൾ കോപ്പി ചെയ്ത ആ പാത്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ കോഡ് ബ്ലോക്സ് എഡിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കാര്യം ഇവിടെ സെറ്റ് ചെയ്യണം. നമ്മുടെ കമ്പൈലറുടെ പാത്ത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്കിവിടെ ജസ്റ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് സെറ്റിങ്സിൽ കമ്പൈലർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൂൾ ചെയിൻ എക്സിക്യൂട്ടബിൾസ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുക, നമ്മൾ ആ MinW സിയിൽ പ്രോഗ്രാം ഫയൽസ് കോഡ് ബ്ലോക്സ് MinW ഈ പാത്ത് കറക്റ്റ് തന്നെ അല്ലെന്ന് ചെക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ ഡിറ്റക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വീണ്ടും അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കോഡ് ബ്ലോക്സ് സെറ്റ് ആയിട്ടുണ്ട്, എൻവയോൺമെൻറ്റ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം
ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് കോഡ് ബ്ലോക്സിൽ എങ്ങനെ ഒരു പ്രോഗ്രാം റൺ ചെയ്യാമെന്ന് നോക്കാം. അതിനിവിടെ ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺസോൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമാൻഡ് വിൻഡോയിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് കൺസോൾ ആപ്ലിക്കേഷൻ. അതിനുശേഷം ഗോ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. സിയും ഉണ്ട്, CPP ഉണ്ട്. CPP നമ്മൾ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കുന്നു, മൈ CPP എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്കൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനൊരു ഫോൾഡർ സെലക്ട് ചെയ്തു, സെലക്ട് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈലർ കാണിക്കും, നിങ്ങളൊന്നും ചെയ്യേണ്ട. അത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഡ് റൈറ്റ് ചെയ്യാനുള്ള എഡിറ്റർ റെഡിയാവും. ഇവിടെ നമ്മൾ ഇവിടെ കണ്ട നമ്മുടെ മൈ CPP എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ സോഴ്സസിൽ main.cpp എന്ന് പറഞ്ഞ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോഡ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. മെയിനിൽ നമുക്ക് ഒരു സി ഔട്ടിന് ശേഷം എൻ ലൈൻ എന്ന് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സെക്ഷനിൽ നോക്കാം. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ജസ്റ്റ് എങ്ങനെയാണ് റൺ ചെയ്ത് നോക്കാം. നമുക്കൊരു സി ഔട്ട് കൂടെ കൊടുത്തതിന് ശേഷം സി ഔട്ട് ഞാനൊരു ലൈനോട് കൊടുക്കുന്നു, eureka. ശേഷം ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ബിൽഡ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്, അതിനുശേഷം റൺ ഉണ്ട്. നമ്മൾ ആദ്യം ബിൽഡാണ് ചെയ്യേണ്ടത്. ബിൽഡ് ചെയ്യുമ്പോൾ അത് കമ്പൈൽ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം കമ്പൈൽ ചെയ്തതിന് ശേഷം റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് ഒരു ബട്ടണുണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡ് ആൻഡ് റൺ ഒരുമിച്ച് നടക്കും. നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ലോഗ്സ് ആൻഡ് അതേഴ്സ് ഇവിടെ നമുക്ക് എറർ കാണിക്കും താഴെ. നമ്മൾ ജസ്റ്റ് ബിൽഡ് ആൻഡ് റൺ കൊടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. ഇവിടെ നമുക്ക് ഒരു എറർ വന്നിട്ടുണ്ട്. ഇവിടെ സി ഔട്ടിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, അതാണ് അങ്ങനെ വന്നത്. അതിനുശേഷം വീണ്ടും റൺ ചെയ്യുക. ഈ ഹലോ വേൾഡ് കോഡ് eureka നമ്മുടെ ഫുൾ നമ്മൾ കൊടുത്ത ടെസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്.